ഇതാണ് ഇപ്പോൾ ഫേമസ് ആയ ആട്ടുകാൽ കിഴങ്ങുണ്ടാവില്ല. ഉണ്ട്. ഇതിട്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കും. ഇത് പച്ചക്കൊക്കെ തിന്നുമെന്നും പറഞ്ഞ് എല്ലാവരും വാങ്ങോ ആട്ടുകൊട്ടി സൂപ്പ് സമ്മതിക്കല്ലോ. എന്തി അത് ഉണങ്ങിയതാ? അയ്യോ ഇത് ഉണങ്ങിപ്പോയി. അയ്യോ അത് പോയി അതെ ഇതെൻ്റെ ആട്ടിൻ്റെ രോമം പോലെ തോന്നുമല്ലേ. ഇത് പച്ചക്കും തിന്നുമെന്ന് തന്നെ. അതാണ്ട് ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് വിശ്വാസമില്ല. നീ തിന്നു സൂപ്പ് ഉണ്ടാക്കുമെന്ന് വെച്ച് ആട്ടുകാൽ. ആ ഇതാടാ ആട്ടുകാൽ കിഴങ്ങ്. അല്ലടാ ഇത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കും. പച്ചക്കും തിന്നുമെന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കും. അമ്മേ എവിടെ പോയടി അത്? ഇതാണ് അതിൻ്റെ ഇല. ഇതെൻ്റെ വീട്ടിൽ വലുത് കിട്ടിയടി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. കൊള്ളാമോടി? കരിമ്പ് പോലെ ഇരിക്കുന്നു. ചാവയൊന്നും ഇല്ലല്ലോ. കൊള്ളാമോടി? തിന്നാൻ പറ്റുന്ന തിന്നാൻ കൊള്ളൂലേടി. ഒരു കയ്പുണ്ട് കേട്ടോ. ആരിക്കട അത്ര സംശയം. ചത്തില്ലെങ്കിൽ മതിയടി, അത്രയും മതി. ബാക്കി അവിടെ നിന്ന് ബാക്കി പിടിക്കട്ടെ. ഓ ചെമ്മരിയാടിൻ്റെ ഇതുപോലെ ഇരിക്കണ്ടോ? അതാണ് ആട്ടിൻ്റെ ഈ രോമം കണക്കിരിക്കുന്ന ആട്ടുകാൽ കിഴങ്ങ്. എല്ലിനൊക്കെ നല്ലതാണ്. കൊള്ളാമല്ലേ? ഇന്ന് അമ്മയുടെ ഓഫീസിൽ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അവരിന്ന് സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അവരുണ്ടാക്കിയിട്ട് കൊള്ളാമോ ഇല്ലെന്ന് ചോദിക്കാം. ആട്ടുകാൽ കിഴങ്ങ് എൻ്റെ കണ്ണു വല്ലാത്ത. ഹലോ ഗായ്സ്, അങ്ങനെ നമുക്ക് കിട്ടി കാത്തിരുന്ന് ആട്ടുകാല്. അതായത് ഇവിടെ ഈ ഭിത്തിയിൽ വളർന്നതാട്ടോ ആട്ടുകാല്. നമ്മളിങ്ങനെ അവിടെ നിന്ന് ക്ലാസ്സിൽ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ട് കൂടെ ഇറങ്ങി നിർത്തിക്കൊക്കെ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് സൂപ്പ് ഉണ്ടാക്കി. സൂപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് ആട്ടുകാൽ കിഴങ്ങ് ഉണ്ടാക്കുകയാണ് സൂപ്പ്. ഇതിന് വേണ്ടത് ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ശകലം രമ്പയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. രമ്പയിലയല്ല, മറ്റേ ആഫ്രിക്കൻ മല്ലി, പിന്നെ കറിവേപ്പിലയും. നമ്മളെ മെയിൻ ഐറ്റം ആട്ടുകാൽ കിഴങ്ങ്, ശകലം കുരുമുളക്, പിന്നെ ഞാൻ 2 കാന്താരി മുളക് അവിടെ കണ്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ പൊടി കളിക്കുന്നുണ്ട്, അതും കൂടെ ഒഴിക്കുന്നത് കൊള്ളാം കേട്ടോ. പിന്നെ കുറച്ച് അരി കൂടിപ്പോയി, നല്ലതായിരുന്നു.